जाएंगे, चाहे जो भी कर लो हम तो बढ़ते जाएंगे। जिंदाबाद 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 जिंदाबाद। काली पूछती है ये तो काली है, किसने हमारी चांदनी हमसे चुरा ली है, किसने हमारी चांदनी हमसे चुरा ली है। हम चुनू मेरे का हिसाब मांगेंगे, हम चुनू मेरे का हिसाब मांगेंगे, हम चुनू मेरे का हिसाब मांगेंगे, हम चुनू मेरे का हिसाब मांगेंगे। चाहे जो भी कर लो हम तो बढ़ते जाएंगे। देख लिया गया था कि यहाँ पर वो पहुंचेंगे, डीसीपी और अधिकारियों से मिलेंगे, शिकायत देकर उसके बाद प्रदर्शन छात्रों के ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റ് സ്ട്രീറ്റ് സ്റ്റേഷന് മുന്നിൽ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CJP പലറ്റ് ആക്രമണത്തിൽ പ്രതിഷേധവുമായി പരിക്കേറ്റ വിദ്യാർത്ഥിക്കൊപ്പമാണ് ഇന്ന് കേസ് കൊടുക്കാനായി രാഹുൽ ഗാന്ധി എത്തിയത്. തുടർന്ന് കേസെടുക്കില്ല എന്ന പോലീസ് നിലപാടിൽ പ്രതിഷേധിച്ചിപ്പോഴും അവിടെ കുത്തിയിരുന്ന പ്രതിഷേധം തുടരുകയാണ്. നോബിൾ മാരിക്കാരൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. നോബിൾ, ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നേരത്തെ പോലെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അവിടെ പ്രവർത്തകർ തുടരുന്നുണ്ട്. नफरत के शोले दिल में है, हम उनको बुझाकर मानेंगे। हम लोग ऐसे दीवाने दुनिया को बदल
അശ്വിനി, പ്രവർത്തകരുടെ പ്രതിഷേധം ഒരു വശത്ത് തുടരുന്നു, മറുവശത്ത് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള പ്രധാന നേതാക്കൾ പ്രതിഷേധിക്കും. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും പ്രവർത്തകർ ഗാനങ്ങളൊക്കെ ആലപിച്ചുകൊണ്ട് ഇവിടെ പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. വനിതകളുണ്ട്, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്. गांधी ने भी गोली खाई है, इंसाफ को ढाया सूली पर, सच्चों ने जान गंवाई है। इंसाफ को चढ़ाया सूली पर, सच्चों ने जान गंवाई है। പ്രാർത്ഥനകളൊക്കെയാണ് പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും പ്രതിഷേധം തുടരുമ്പോൾ എങ്ങനെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കും എന്നതിനെ ചൂണ്ടിയാണ് ഇപ്പോൾ ദില്ലി പോലീസ് എന്താണ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിദ്യാർത്ഥിക്ക് പെല്ലറ്റ് ആക്രമണം ഏറ്റ വിദ്യാർത്ഥിക്ക് അവർക്ക് നീതി വേണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ നീതിയുടെ ആദ്യ പടി എന്നത് പെല്ലറ്റ് ആക്രമണത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക എന്നാണ്. പിന്നീട് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുക എന്നാണ്. ആ FIR രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ രാഹുൽ ഗാന്ധി ആദ്യം മന്ത്രിമാർക്ക് പോലീസ് സ്റ്റേഷൻ എത്തിക്കൊണ്ട് FIRന്റെ കാര്യങ്ങൾ സംസാരിച്ചു. ആ ഘട്ടത്തിൽ FIR ഇടാൻ പോലീസ് തയ്യാറാകാൻ വന്നതോടെയാണ് ഈ പറഞ്ഞ ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയം ഇരിക്കുന്ന പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുൽ ഗാന്ധിയും ഈ വിദ്യാർത്ഥിയും എത്തിയത്. അതിന് പിന്നാലെ ഉദ്യോഗസ്ഥരുമായി ഇവർ ആശയവിനിമയം നടത്തി. ഈ ആശയവിനിമയത്തിലും കൃത്യമായി തന്നെ FIRമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് ഒരു ഉറപ്പ് നൽകിയില്ല. അതിനെപ്പറ്റി ഒരു കൃത്യമായ നിലപാട് അറിയിച്ചില്ല. പിന്നാലെയാണ് പുറത്തുനിന്ന് രാഹുൽ ഗാന്ധി FIR ഇടുന്നതുവരെ തങ്ങൾ പ്രതിഷേധിക്കും എന്ന നിലപാട് പങ്കുവച്ചുകൊണ്ട് ആദ്യം കുത്തിരി പ്രതിഷേധം ആരംഭിച്ചത്. പിന്നാലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഒക്കെ ഇങ്ങോട്ട് എത്തുന്ന സാഹചര്യം ഉണ്ടായി. രൺദീപ് സിംഗ് സുർജേവാലയും കുമാരി ശൈലജയും രണ്ടുപേരും രാജ്യസഭാ എംപിമാരാണ്. ഇവർ ആദ്യം ഇങ്ങോട്ടെത്തി. പിന്നാലെ സൽമാൻ ഖുർഷിദ്, ജയറാം രമേശ് അടക്കമെത്തി. ഈ ഘട്ടത്തിൽ പ്രവർത്തകർ ഈ പാർലമെന്റ് പോലീസ് സ്റ്റേഷന് പുറത്ത് വലിയ തരത്തിൽ തടിച്ചുകൂടിയിരുന്നു. ഇതോടെ പോലീസ് സ്റ്റേഷൻ സുരക്ഷ വർദ്ധിപ്പിക്കുകയും പോലീസിന്റെ പ്രധാന കവാടങ്ങൾ, സ്റ്റേഷന്റെ പ്രധാന കവാടങ്ങൾ അടയ്ക്കുകയും ചെയ്തു. എന്നാൽ പ്രിയങ്ക ഗാന്ധി എത്തിയതോടെ പ്രവർത്തകർ വലിയ ആവേശത്തിലാവുകയും ഈ പോലീസ് സ്റ്റേഷന്റെ പ്രധാന കവാടം തള്ളി തുറന്ന് അകത്തേക്ക് വരികയുമാണ് ചെയ്തത്. അങ്ങനെ ഈ പോലീസ് സ്റ്റേഷൻ അകത്തേക്ക് എത്തിയ പ്രവർത്തകരാണ്. സ്ത്രീകളുണ്ട്, അതോടൊപ്പം വനിതകളുണ്ട്, അതോടൊപ്പം മറ്റ് പ്രായം ചേർന്ന നേതാക്കളുണ്ട്, മുതിർന്ന നേതാക്കളുണ്ട്. അവരെല്ലാം കുത്തിയിരുന്നുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായിക്കൊണ്ടാണ് രാഹുൽ ഗാന്ധി പോരാട്ടത്തിൽ ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എന്താണെങ്കിലും ഈ പ്രതിഷേധം തുടരുന്നത്. अभी क्या कहना चाहते हैं? देखिए, इस देश में to register an FIR is every common person's right. The question is, why has the leader of opposition, why is there a need for the leader of opposition to come to the police station for what? To register an FIR? There are pellet injuries which are very clear. There's already a press conference that has been done on it. Why is the police shying away from registering an FIR, which is a basic common human right of every person in this country as per our constitution? There should be no need for a committee for an inquiry. You register an FIR first, then you do the investigation. That is the formal process. This government is trying to change that process. So along with Rahul Gandhi ji, all of us are here today protesting against this, and we will ensure that there is an FIR in this. അതായത് ഒരു കേസ് ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം FIR ഇടണം, അതിനുശേഷം അന്വേഷണം നടത്തണം, പിന്നീടാണ് ബാക്കി നടപടികളിലേക്ക് പോവുക. ആ കാര്യത്തിൽ ആ പ്രാഥമിക നടപടി പോലും നിർവഹിക്കാൻ ദില്ലി പോലീസ് തയ്യാറല്ല. അതിന്റെ ഭാഗമായാണ് തങ്ങൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് പിന്തുണ നൽകുന്നത് എന്നാണ് ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലത്തെ നിയമ സംവിധാനങ്ങളെ പൂർണ്ണമായും അട്ടിമറിക്കാനാണ് BJP സർക്കാർ ശ്രമിക്കുന്നത് എന്ന ആരോപണവും ഇവർ ഉന്നയിക്കുന്നു. എന്താണെങ്കിലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായതോടെ പ്രതിഷേധത്തിന് ദേശീയ തലത്തിൽ കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. കൂടുതൽ നേതാക്കൾ, പ്രവർത്തകരൊക്കെ ഇപ്പോൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷൻ പുറത്ത് ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ അവരെ നിലവിൽ അകത്തേക്ക് കയറ്റിവിട്ടിട്ടില്ല. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ വലിയ വിന്യാസം, പ്രത്യേകിച്ച് ദ്രുതകർമ്മസേനയെ കൂടുതലായി ഇപ്പോൾ ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷന് അകത്തേക്ക് വിന്യസിച്ചിരിക്കുന്നു. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ ദ്രുതകർമ്മസേന കൂടി ഇപ്പോൾ ഇവിടെയുണ്ട്. ഇതേ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ പെല്ലറ്റ് ആക്രമണം നടത്തിയത്, അഴിച്ചുവിട്ടത് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നേരത്തെ ഈ പെല്ലറ്റ് ആക്രമണത്തിൽ CRPFന്റെ കീഴിലാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ദ്രുതകർമ്മസേന വരുന്നത്. ഈ CRPF ഒരു പരിശോധനയും അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഒരു വീഴ്ചയും ഉണ്ടായില്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് അന്ന് ഉദ്യോഗസ്ഥർ ക്ലീൻ ചീറ്റ് നൽകുകയും ഇതിൽ ബാക്കി നടപടികൾ ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്തത്. എന്താണെങ്കിലും വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടി ശക്തമായ നിലപാട് രാഹുൽ ഗാന്ധി ഇക്കട്ട് സ്വീകരിക്കുകയാണ്. നേരത്തെ CJP പ്രതിഷേധം അവസാനത്തിന് പിന്നാലെ കോൺഗ്രസിന്റെ പല നേതാക്കളും പറയുന്ന ഒരു വിമർശനമുണ്ട്. പ്രതിഷേധം വിജയിച്ചു എന്ന് കാണിച്ചുകൊണ്ട് CJPയുടെ പ്രവർത്തകരൊക്കെ എന്താണെങ്കിലും കളം വിട്ടുപോയി. പക്ഷേ ഈ പെല്ലറ്റ് ആക്രമണവും പോലീസ് ആക്രമണവും നേരിട്ട വിദ്യാർത്ഥികൾക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ മറ്റാരും, പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളല്ലാതെ ഈ പറഞ്ഞ CJP ഒന്നും എത്തിയില്ലെന്ന വിമർശനം നേരത്തെ പല കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു. ആ പ്രതിഷേധം, ആ വിമർശനമൊക്കെ നിൽക്കുന്ന ഘട്ടത്തിലാണ് എന്താണെങ്കിലും രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി വിദ്യാർത്ഥികൾക്കൊപ്പം നിന്നുകൊണ്ട് ഈ പ്രതിഷേധത്തിന്റെ
ഭാഗമായി ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും അവിടെ ഒന്നും നീതി ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിന് പിന്നാലെയാണ് നേരിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് എത്തിക്കൊണ്ട് വലിയ പ്രതിഷേധം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏത് തരത്തിൽ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ് പോലീസും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി കുത്തിയിരിക്കുന്നു, മാധ്യമശ്രദ്ധ ലഭിക്കുന്നു, കൂടുതൽ ഉദ്യോഗസ്ഥർ എത്തുന്നു. അത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെയും ഒപ്പം മറ്റ് പ്രവർത്തകരുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. അതാണ് വലിയ പ്രതിഷേധം ഒരു വശത്ത് തുടരുമ്പോൾ സേനാ വിന്യാസവും അവിടെ കൂടുകയാണ്. പ്രതിരോധത്തിലാണ് പോലീസ് എന്നതിൽ സംശയമില്ല. ഇനി എന്ത് എന്നുള്ളത് കണ്ടറിയണം.